വീടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഡ്രീമാണ് അല്ലേ. അപ്പം പല ആളുകളും വീട് വെച്ച് കഴിയുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പം അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എന്തായിരിക്കും അതിൻ്റെ ഒരു പരിഹാരം എന്തായിരിക്കും? ഒരു വീട് വെക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബിൽഡറിനെയോ ആർക്കിടെക്റ്റിനെയൊക്കെ നമ്മൾ സമീപിക്കും, എഞ്ചിനീയറൊക്കെ. ഇതാണല്ലോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻ വരച്ച് നമുക്ക് തരും. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ പ്ലാൻ കിട്ടുമ്പം എത്ര പേർക്ക് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ ഓക്കെയാണ്, നമുക്കിത് ഹാപ്പിയാണ്, നമ്മൾ ഉദ്ദേശിച്ച മെഷർമെൻറ്റ് ഇതാണ് എന്ന് എത്ര പേർക്ക് അറിയാവുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റൻ. അതാണ് നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വില്ല പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ലാൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നല്ല ലാൻഡ് കിട്ടിയാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റായിട്ട് നടന്നോളും. അപ്പോൾ ഈ നല്ലൊരു ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ ലാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സപ്പോസ് ഇപ്പം നമ്മൾ ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ച് നമ്മൾ തല വെക്കുന്ന പൊസിഷൻ എങ്ങോട്ടാണ്, അത് ചിലപ്പോൾ ചില ആൾക്കാർ ഈ വാസ്തുവൊക്കെ നോക്കിയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വിൻഡോസിൻ്റെ പൊസിഷൻ എവിടെ വേണ്ടേ, അപ്പം അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ കബോർഡ്സ് എവിടെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനൊപ്പം തന്നെ ആർക്കിടെക്ചർ പ്ലാൻ ഒപ്പം തന്നെ ഇൻറ്റീരിയർ പ്ലാനും കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്കിത് ശരിക്കും നമുക്ക് ഒരു മനസ്സിന് ഇണങ്ങിയ രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഹായ് സർ. ഹായ് നിമ്മി. നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 2ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞ സാർ ഒരു IT മേഖലയിൽ നിന്ന് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വന്ന ഒരാളാണ്. ഇപ്പോൾ ബിൽഡോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ ഒത്തിരി വില്ല പ്രോജക്ട്സ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഒരാൾ വില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? കൺസ്ട്രക്ഷന് എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തു, ഫാദറായിട്ട് പിന്നീട് അത് കോൺട്രാക്ട് ബിസിനസ്സിലേക്കൊക്കെ വന്നു. ഞാൻ IT നിന്നാണ് കൺസ്ട്രക്ഷനിലേക്ക് വരുന്നത്. പക്ഷേ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറോട് എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. പലരും പറയാറുണ്ട് ഒരു വീട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായെന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നല്ലൊരു നമ്പർ ഓഫ് കൗണ്ട് നമ്മൾ എവറി ഇയർ ഹാൻഡ് ഓവർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് പബ്ലിക്കിന് നമുക്ക് പബ്ലിക്കുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഒരു അവസരം ഇങ്ങനൊരു പോഡ്കാസ്റ്റ് തന്നത് എനിവേ നിമ്മയോട് വളരെ താങ്ക് യു. ഓക്കെ സാർ, ശരിക്കും പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ വില്ലയിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു വയബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? വില്ല തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പലർക്കും ഇതിനെപ്പറ്റി അധികം കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വില്ല നമുക്ക് മേടിക്കണമെങ്കിൽ ഇപ്പം നമ്മൾ കൊച്ചിൻ ട്രിവാൻഡ്രമൊക്കെയാണ് നമ്മുടെ പ്രോജക്റ്റുകൾ നടക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഒരു 20-25% ഓഫ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു 20-25% ഓഫ് എമൗണ്ട് മാത്രം നമുക്ക് മതി ശരിക്കും. ബാക്കി റിമൈനിങ് കംപ്ലീറ്റ് ഫണ്ടുകൾ ബാങ്കുകൾ തരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇൻക്ലൂഡിങ് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന വില്ലകളെ സംബന്ധിച്ച് ഇൻക്ലൂഡിങ് ലാൻഡിൽ ഉൾപ്പെടെ ശരിക്കും ബാങ്കുകൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് IT ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു 20-25% ഓഫ് എമൗണ്ട് ടോട്ടൽ എമൗണ്ടിൻ്റെ കൊടുത്താൽ മതി. അവർ അത്രയും കൊടുത്ത് യൂഷ്വലി അറിയാമല്ലോ ഒരു 1 CR ഒക്കെയാണ് ഒരു അപ്രൂവ്ഡ് വില്ല പ്രോജക്റ്റുകളുടെയൊക്കെ സ്റ്റാർട്ടിംഗ് എമൗണ്ട് വരുന്നത്. അതിൻ്റെ 20% എമൗണ്ട് ഒക്കെ ഓൺ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട സാഹചര്യമേ ഉള്ളൂ നിലവിൽ. റിമൈനിങ് ഫണ്ടുകളൊക്കെ തന്നെ ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു പ്രൊജക്റ്റിൻ്റെ എൻഡിങ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഒരു വില്ലകളിലൊക്കെ ഇപ്പം മിക്ക ബിൽഡേഴ്സിനും, നമുക്കൊന്നല്ല മിക്ക ബിൽഡേഴ്സിനും ഒരു 40-60% ഒക്കെ അപ്രിസിയേഷൻ ഉണ്ട്. അത് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഒക്കെ കിട്ടുന്നുണ്ട്, അത്രയും തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനാരിയിൽ വില്ല കംപ്ലീറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവർ സെല്ല് ചെയ്യാൻ അവർ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം വില്ല പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനിയും ഇതിൽ കൊടുക്കാനുണ്ടോ എന്നുള്ളത് ഈ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇത് റിയലി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 20% എമൗണ്ട് മതി, മൊത്തം എമൗണ്ട് 25% എമൗണ്ട് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി, റിമൈനിങ് ബാങ്ക് ഫണ്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വരുന്നില്ല. നമ്മൾ പലരും പറയാറുണ്ട് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത് പിന്നെ റീസെല്ലിനെ പറ്റി തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മളത് എപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്. കാരണം ഇത്രയും ഈ ഷോർട്ട് പീരീഡിൽ ഇത്രയും ഒരു ക്യാപിറ്റൽ അപ്രിസിയേഷൻ വരുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇനിമേ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്താൽ മതി. അല്ല ഇൻവെസ്റ്റ്മെന്റ് ആണോ ലാഭം കിട്ടുമെന്നുള്ളതിനെ പറ്റി തിങ്ക് ചെയ്യേണ്ടതാണ് നമ്മൾ പറയാം. കാരണം അത്രയും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇതാണ് വില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വില്ലകൾ നമുക്ക് കിട്ടുമല്ലോ കൺസ്ട്രക്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുന്നത് ആക്ച്വലി വില്ലാസ് തന്നെയാണ് അല്ലേ? അതെ, ഒരു 1-1.5 വർഷത്തിനകത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീഷനിലേക്ക് എത്തും. സ്റ്റേജ് വൈസ് ആയിരിക്കും മിക്കപ്പോഴും നമ്മൾ സ്റ്റേജിലാണ് ഇതിൻ്റെ കംപ്ലീഷൻസ് പറയുന്നത്. ഒരു ഫസ്റ്റ് സ്റ്റേജൊക്കെ 1.5 വർഷത്തിനകത്തൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. മാക്സിമം 2 years അതിനകത്തൊക്കെ നമുക്ക് എന്തായാലും കിട്ടാറുണ്ട്. വിത്ത് കോമൺ ഫെസിലിറ്റീസ് ഒക്കെ ഉൾപ്പെടെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ഇത് റീസെല് ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് മറ്റൊന്നാണ്. പക്ഷേ ആരും അങ്ങനെ കൊടുക്കാറില്ല. കസ്റ്റമൈസ് ചെയ്ത് ഓരോ ഇഷ്ടം കൊടുക്കാറില്ല. റെന്റിന്റെ അപ്രിസിയേഷൻ ആണെങ്കിലും വില്ലകൾ ഇല്ലെങ്കിൽ മാത്രമേ അടുത്ത ഓപ്ഷൻ സർക്കാർ നോക്കുകയുള്ളൂ. വില്ലകൾ റെന്റ് ഭയങ്കര കൂടുതലാണ്
എന്നുള്ളതുകൊണ്ട് അപ്പോൾ റെന്റിനും അങ്ങനെ ആൾക്കാർ കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ വില്ല ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പാർട്ട്മെന്റ്സ് പോലെയല്ല. കാരണം മിക്ക ആൾക്കാരും അവർ കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും വില്ലാസ് ചെയ്യുന്നത്. അപ്പം മിക്ക ആളുകളുടെയും ഒരു ഡ്രീം ആയിരിക്കും ഒരു വില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിഭാഗം വില്ല പ്രോജക്ട്സ് നോക്കുകയാണെങ്കിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു ഓണേഴ്സ് തന്നെയായിരിക്കും താമസിക്കുന്നത് അല്ലെ. വളരെ കുറച്ച് യൂണിറ്റ്സ് ആയിരിക്കും അവർ റെന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. കസ്റ്റമൈസേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത്. നമ്മൾ ഒരു വില്ലയിൽ എത്രമാത്രം കസ്റ്റമൈസേഷൻ നമുക്ക് പോസിബിൾ ആണ്? വില്ലയിൽ ഇപ്പം നമുക്ക് വില്ലകൾ നമ്മളൊക്കെ ചെയ്യുന്നത് ഫ്രണ്ട് എലിവേഷൻസും അതിൻ്റെ ഗാർഡന് കോമൺ ഏരിയാസ് ഒക്കെ യൂണീക്ക് ആയിരിക്കും. പക്ഷേ ഇൻസൈഡ് നമ്മൾ സാധ്യമായ കസ്റ്റമൈസേഷൻസ് ഒക്കെ അലോ ചെയ്യാറുണ്ട്. കസ്റ്റമറിന് എങ്ങനെയാണോ അത് ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് അതിന് പറ്റുന്ന എല്ലാ രീതിയിലുള്ള കസ്റ്റമൈസേഷൻസ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അലോ ചെയ്യാറുണ്ട്. അതിപ്പം നമുക്ക് ടൈലിൻ്റെ കളറാണല്ലോ, വോളിൻ്റെ കളറോ, ടെക്സ്റ്റേഴ്സ്, ഇൻസൈഡ്സിൻ്റെ ഡിസൈൻസ്, അതിൻ്റെ ഔട്ട് സൈഡിലേക്ക് വരുന്ന ഫ്രണ്ട് സൈഡ് ഒഴിച്ചു വരുന്ന ബാൽക്കണികൾ, അങ്ങനെയുള്ള ഇപ്പം ഡോറുകളുടെ വുഡിൻ്റെ ഡിസൈൻസ്, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത് നമ്മളത് പറഞ്ഞ് തന്നെയാണ് ചെയ്യാറുള്ളത്. കസ്റ്റമൈസേഷൻസ് പറ്റാം. അത് ആൾക്കാർക്ക് എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമുണ്ടോ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളും തയ്യാറാണ്. അതിനൊക്കെ വേണ്ടി ഇപ്പം വെറൈറ്റി ആയ കാര്യത്തിന് പുറകെ നമുക്കൊരു താല്പര്യമാണ്. ആൾക്കാർ വെറൈറ്റി കൺസെപ്റ്റുമായിട്ട് വന്നു കഴിയുമ്പം അതിൻ്റെ പുറകെ വർക്ക് ചെയ്യാനും അത് ഫിനിഷ് ചെയ്യാൻ കാണാനൊക്കെ നമുക്കും താല്പര്യമുള്ളവരാണ്. അത് കസ്റ്റമൈസേഷൻസ് നല്ല രീതിയിൽ പറ്റും. ഇപ്പോൾ വാസ്തുവും വീടിൻ്റെ ദർശനങ്ങളൊക്കെ നമുക്കിപ്പോൾ മെയിൻ റോഡിലേക്കായിരിക്കും എപ്പോഴും വലിയ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്ക് ചിലർക്ക് ഈസ്റ്റിലോട്ടും നോർത്തിലോട്ടും ഒക്കെ മെയിൻ റോഡിൻ്റെ ഡയറക്ഷൻ വേണമെന്ന് പറയാറുണ്ട്. വാസ്തുവിൻ്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഇത്തരം കസ്റ്റമൈസേഷൻസ് ഒക്കെ നമുക്ക് പ്രാക്ടിക്കലാണ്. വാസ്തുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെറിയ പ്ലോട്ടിൽ നമുക്ക് വാസ്തു എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും സാറേ? ചെറിയ പ്ലോട്ടിലും വാസ്തു പ്രാക്ടിക്കലാണ്. ഇപ്പം നമ്മൾ വില്ല ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും വാസ്തുവിന് ചിലർ പറയും വാസ്തുവിന് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല എന്ന് പറയുന്നവരുണ്ട്. ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ. അവരോടും പറയാറുണ്ട് നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും റീസെൽ ചെയ്യാൻ സമയത്ത് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരാം. അതുകൊണ്ട് പറ്റുന്ന അത്രയും വാസ്തുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് പോവുക. ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു എയറിൻ്റെ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. പിന്നെ കുറേ ഇങ്ങനെ ഇതിനെ വാസ്തുപരമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ചിലർ അവരുടെ പേഴ്സണൽ കൺസൾട്ടൻറ്റുമായിട്ടായിരിക്കും പലരും വരുന്നത്. അപ്പോൾ അവർ നമ്മുടെ ഡിസൈൻ ടീമായിട്ട് ഇരുന്നിട്ടാണ് മ്യൂച്വലി ആണ് അതിൻ്റെ ഡിസൈൻസ് പലപ്പോഴും കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്കൊരു നല്ലൊരു പെർസെൻറ്റേജ് ഒക്കെ ഒരു വലിയ 50 സെൻറ്റിലൊക്കെ പണിയുന്ന പോലെ വാസ്തു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരു അത്തരം വിശ്വാസങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു നിർമ്മാണം നമുക്ക് 4-5 സെൻറ്റുകളിലൊക്കെ പ്രാക്ടിക്കലാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വില്ല ചെയ്യുമ്പോൾ ആ വില്ലയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. അപ്പം മിക്ക ആൾക്കാരും വില്ല ഹാൻഡിങ് ഓവർ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്യാനായിട്ട് ഓരോ ആൾക്കാരെ നോക്കിയിട്ട് അത് ചെയ്യിപ്പിക്കുന്നത്. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇൻറ്റീരിയർ വർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ശരിക്കും വീട് അല്ലെങ്കിൽ വില്ലയൊക്കെ ചെയ്യാൻ പോകുന്നവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പം പലരും ആർക്കിടെക്ചർ പ്ലാൻ ആണ് നമ്മൾ വീടിൻ്റെ ടോട്ടൽ സ്പേസ്, ടോട്ടൽ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് തുടങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇൻറ്റീരിയറിൻ്റെ പ്ലാനുകളും അതിനൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇൻറ്റീരിയർ ഇതിൻ്റെ യൂസബിലിറ്റി അല്ലെങ്കിൽ ഫങ്ഷണൽ സൈഡാണ് ഇൻറ്റീരിയർ പ്ലാനുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻറ്റീരിയർ പ്ലാനുകളെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഇതിൻ്റെ ഈ ആർക്കിടെക്ചർ പ്ലാനുകൾ പോലും വ്യത്യാസങ്ങൾ വരാം. വരുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നിമ്മി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇൻറ്റീരിയറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതെ. അപ്പോൾ അവിടെ ഇൻറ്റീരിയറിൻ്റെ സ്കോപ്പ് അങ്ങ് ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പം പിന്നെ ആ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നേരെ വെച്ചാൽ അങ്ങനെയല്ല. നമുക്കിപ്പം ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കബോർഡ് പ്ലേസ് ചെയ്യുക അങ്ങനെ മാത്രമായിട്ട് കാണരുത്. ഞാൻ പറയില്ല, ഇതിൻ്റെ ഫങ്ഷണൽ സൈഡിലാണ്. അതിന് ഇതിനെങ്ങനെ നമ്മളിതിനകത്ത് എങ്ങനെ ജീവിക്കണം. സപ്പോസ് ഇപ്പം നമ്മൾ ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ച് നമ്മൾ തല വെക്കുന്ന പൊസിഷൻ അങ്ങോട്ടാണ്. അത് ചിലപ്പോൾ ചില ആൾക്കാർ ഈ വാസ്തുവൊക്കെ നോക്കിയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിൻഡോസിൻ്റെ പൊസിഷൻ എവിടെയാണ് വേണ്ടത്, അപ്പം അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ കബോർഡ്സ് എവിടെയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനൊപ്പം തന്നെ ആർക്കിടെക്ചർ പ്ലാൻ്റെ ഒപ്പം തന്നെ ഇൻറ്റീരിയർ പ്ലാനും കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്കിത് ശരിക്കും നമുക്ക് ഒരു മനസ്സിന് ഇണങ്ങിയ രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം വീട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ബിൽഡർ അടുത്തായിക്കോട്ടെ, ആർക്കിടെക്റ്റിൻ്റെ അടുത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അപ്പോൾ ഇൻറ്റീരിയറിനെ പറ്റി വ്യക്തമായ ധാരണ, എന്ത് വേണമെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് അതിനെ ബേസ് ചെയ്ത് മാത്രം ആർക്കിടെക്ചർ പ്ലാനും ഇൻറ്റീരിയർ പ്ലാനും ഒരേപോലെ കൊണ്ടുപോകാം. ഇതിനൊപ്പം തന്നെ ഇലക്ട്രിക്കൽ പ്ലാനുകളും വേണം, ഒപ്പം തന്നെ കൊണ്ടുപോകണം. കാര്യം നമുക്ക് സ്വിച്ചസ് എവിടെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ DB ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് വേണ്ടത്. അപ്പോൾ അതും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇൻറ്റീരിയറിനെ ബേസ് ചെയ്ത് ഒരുപാട് ലൈറ്റ് പോയിന്റുകൾ നമുക്ക് വേണ്ടി വരും. സ്പോട്ട് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ലൈറ്റ് പോയിന്റ്. ഈ ലൈറ്റ് പോയിന്റുകളെല്ലാം നമുക്ക് പ്ലാൻ ചെയ്ത് പോകണമെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലാൻ വേണം. അപ്പോൾ അതുകൊണ്ട് പ്ലംബിങ്ങിൻ്റെ പ്ലാൻ ഇതിനൊപ്പം തന്നെ കൊണ്ടുപോകേണ്ട കാര്യം തന്നെയാണ്. ഇതെല്ലാം ശരിക്കും ഒരുമിച്ച് കൊണ്ടുപോകണം. അതായത് നമ്മളൊരു വില്ല അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്ത് ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ
നന്നായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഉള്ളത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ കബോർഡ്സ് ചിലടത്ത് നമുക്ക് മനസ്സിലാവും വാളിനൊപ്പം തന്നെയാണ് കബോർഡ് പോകുന്നത്. ചിലടത്ത് വാളിന് പ്രൊജക്ട് ചെയ്തായിരിക്കും കബോർഡ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ആർക്കിടെക്ചർ പ്ലാൻ വാളുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ ഈ പാരലൽ പ്ലാനൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. പിന്നെ ഇതിനകത്തൊക്കെ പല രീതിയിലുള്ള ലൈറ്റുകൾ വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതെല്ലാം ഇന്റീരിയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർക്കിടെക്ചർ പ്ലാൻ ഒപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനൊപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ഒരാളായിരിക്കാം, രണ്ടുപേരാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ ഡിസ്കസ് ചെയ്ത് വേണം ഇത് കൊണ്ടുപോകാൻ. അല്ല, ഇൻഡിവിജ്വലായിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് ഇനി എന്നാലും ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് ധാരണ വേണം. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ വേണം ഇത്രയും ഡിസൈൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ. പിന്നെ അതുപോലെയുള്ള ഒരു ഡൗട്ടാണ്, ഇപ്പം കണ്ടംപററി ഡിസൈൻസ് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കണ്ടംപററി ഡിസൈൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ആർക്കിടെക്ട്സ് ആണെങ്കിലും ബിൽഡേഴ്സ് ആണെങ്കിലും ഒക്കെ ഈ കണ്ടംപററി ഡിസൈൻസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അത് നമ്മുടെ ശരിക്കും ഒരു കേരള ക്ലൈമറ്റിന് ആപ്റ്റ് ആണോ കണ്ടംപററി ഡിസൈൻസ്? എന്താ സാറിൻ്റെ അഭിപ്രായം? ഇപ്പോൾ കണ്ടംപററി ഡിസൈൻസിനെ പറ്റി ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ടോട്ടലി നമുക്ക് കേരള ക്ലൈമറ്റിന് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. ഇപ്പം വാളിലേക്ക് ഡയറക്റ്റ് മഴവെള്ളം വീഴുന്ന സാഹചര്യങ്ങളുണ്ട് കണ്ടംപററി ഡിസൈൻസ്. അപ്പം നമ്മളൊക്കെ ചെയ്യുമ്പം ഈ സൺഷെയ്ഡ് എന്ന് പറയുന്നത് ഇപ്പം മിക്കപ്പോഴും ആ ഒരു വിൻഡോ വരുന്ന പൊസിഷൻ മാത്രമേ കൊടുക്കാറുള്ളൂ. നമ്മളൊക്കെ ചെയ്യുമ്പോൾ 2 ഫ്ലോറിലും ത്രൂ ഔട്ട് സൺഷെയ്ഡ് കൊടുക്കാറുണ്ട്. ഫ്രണ്ട് എലിവേഷൻ വരുമ്പോൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാറില്ല, പക്ഷേങ്കിൽ ബാക്കി ബിൽഡിങ്ങിൻ്റെ എൻ്റയർ ഏരിയയിലും സൺഷെയ്ഡ് കൊടുക്കാറുണ്ട്. അത് നല്ല വിട്ടിൽ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം ഈ സൺഷെയ്ഡ് ഉള്ള ഒരു പരിധി വരെയൊക്കെ നമുക്ക് വെള്ളം ഡയറക്റ്റ് ഭിത്തിയിലേക്ക് വീഴുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. പിന്നെ ഇവിടെ ഒരു യൂസബിലിറ്റി പ്രശ്നമുണ്ട്. അപ്പം ഈ 4-5 സെൻറ്റുകളൊക്കെ വീഡിയോ ചെയ്യുമ്പം നമുക്ക് സ്പേസ് കിട്ടുന്ന മുകളിലാണ്. അപ്പം നമുക്ക് ചുറ്റുമുള്ള സ്പേസിനെക്കാട്ടിൽ 2-3 മടങ്ങിൽ സ്പേസ് നമുക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടുന്നുണ്ട്. അത് കണ്ടംപററി ഡിസൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലർ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ പലരും പറ്റുന്നത്ര ചെറിയ കൃഷികൾ പോലും ഈ റൂഫ് ടോപ്പിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടംപററി നമുക്ക് ഈ ചെറിയ സ്പേസ് തീർത്തും അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല. ഭംഗിയുണ്ട്, ഭംഗിയേക്കാൾ ഉപരിയായിട്ട് ഇത്ര അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇത് ഈ വെള്ളം ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയങ്ങളിൽ മഴവെള്ളം ഡയറക്റ്റ് ഭിത്തിയിലേക്ക് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ കണ്ടംപററി ഡിസൈൻ നല്ലതാണ്. ഇത്തരം സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ചോർച്ചയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവിടെ നമുക്ക് നല്ല അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടംപററി ആണ്, വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള സ്ലോപ്പുകൾ കൊടുക്കുക, ആ വെള്ളങ്ങൾ ഏറ്റവും ടെറസിൽ നിന്നൊക്കെ പുറത്തോട്ട് പോവുക, നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫ് ചെയ്യുക, പീരിയോഡിക് ചെക്കപ്പുകൾ നടത്തുക, അങ്ങനെ അത് മാനേജ് ചെയ്യാം. ആ ഒരു റീസൺ കൊണ്ട് ഇതിനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് അതിന്റെ മെയിൻ ആയിട്ടൊരു അഡ്വാൻറ്റേജ്. കാണാനുള്ള ഭംഗികളും പിന്നെ തീർച്ചയായിട്ടും കോസ്റ്റ് കുറവാണ്. നമുക്ക് ആ ഒരു റൂഫ് ടോപ്പിന്റെ കോസ്റ്റിനകത്ത് കണ്ടംപററി ഡിസൈൻ വരുന്നുണ്ട്, കോസ്റ്റിനകത്ത് നല്ല വ്യത്യാസം വരുന്നുണ്ട്. വർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടംപററിയിൽ. അതുകൊണ്ട് കണ്ടംപററി പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനെ നമുക്ക് വേണ്ട രീതിയിൽ മാനേജ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു വില്ല കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഹീറ്റ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് കൺസ്ട്രക്ഷൻ ടൈമിലാണോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടാണോ, എന്താ നമുക്കതിൽ ചെയ്യാനായിട്ട് പറ്റുക? കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഒന്ന് പ്ലാൻ ചെയ്ത് പോയാൽ ഒരുപാടങ്ങ് പറ്റത്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് സൈഡിൽ നിന്നാണ് കൂടുതൽ ഒരു ഇൻറ്റൻസീവായിട്ട് ചൂട് വരുന്നത് സൗത്ത് സൈഡിൽ നിന്നാണ്. അപ്പോൾ ഈ സൗത്ത് സൈഡിൽ നമ്മൾ ഫിക്സഡായിട്ടുള്ള വലിയ വിൻഡോകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ മാത്രമേ വെളിച്ചം കിട്ടാൻ സാഹചര്യം ഉള്ളെങ്കിൽ കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കോട്ടൺ കർട്ടനുകളൊക്കെ അവിടെ നമ്മൾ കോട്ടൻ്റെ കർട്ടനുകളൊക്കെ ഉപയോഗിക്കുമ്പം ഒരുപാട് ചൂടകത്തോട്ട് വരാത്ത സാഹചര്യം ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് ഈ 10 ഫീറ്റിൻ്റെ 20 ഫീറ്റിൻ്റെ ഒക്കെ മരങ്ങളുണ്ട്. അതങ്ങനെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് വരുന്ന മരങ്ങളാണ്. 10 ഫീറ്റേ പോവുള്ളൂ, അല്ലെ എത്ര ഫീറ്റ്. അപ്പം അത്തരം മരങ്ങളൊക്കെ ഇവിടെ നമുക്ക് വെക്കുകയൊക്കെ ആണെങ്കിലും സൗത്ത് സൈഡിൽ നിന്നുള്ള ചൂടിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഇപ്പം ഇങ്ങനെ ചൂട് വരുന്ന സ്ഥലങ്ങളിൽ ക്രോസ് വെന്റിലേഷൻ മാൻഡേറ്ററിയാണ്. അത് എയർ എസ്കേപ്പ് ചെയ്ത് പോകണമല്ലോ. ചൂടായിട്ടുള്ള എയർ അകത്ത് നിൽക്കാത്ത രീതിയിൽ ഇത് പാസ് ചെയ്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാണ്. അപ്പം ക്രോസ് വെന്റിലേഷൻസ് നമുക്ക് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇൻ്റർലോക്കിൻ്റെ ഉപയോഗം. ഇൻ്റർലോക്കിന് അത് ബേസിക്കലി കോൺക്രീറ്റ് ആണ് ഈ സാധനം. അപ്പോൾ ഇത് ചൂട് പിടിച്ച് വെച്ച് പുറത്ത് തള്ളുന്നൊരു സ്വഭാവം ഇതിനുണ്ട്. അപ്പോൾ ഇടാണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമുക്ക് ഒഴിവാക്കാവുന്നിടത്തോളം ഒഴിവാക്കുക. അപ്പോൾ ഈ പുറത്തെ ഈ ചൂട് വീടിനകത്ത് ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്റർലോക്കുകൾ അവോയ്ഡ് ചെയ്ത് പോവുക. പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ റൂഫ് ടോപ്പിലോട്ടോ സ്ലാബിലേക്കൊക്കെ വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ ചെയ്തിട്ട് അത് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായ ചൂടിൽ നിന്ന് കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് കിട്ടും. അപ്പം അത് ശരിക്കും പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സാർ ഈ ഇൻറ്റീരിയറിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കണം. അത് തീർച്ചയായിട്ടും വേണം. നമുക്ക് വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ വെയിലും വെട്ടമൊക്കെ ഏത് സൈഡിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ല വ്യൂ ഉള്ള സൈഡ് എവിടെയാണ്, ബാൽക്കണിയിലൊക്കെ എങ്ങോട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, വലിയ ഗ്ലാസ് ഡോറുകളൊക്കെ എവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് അല്ല കാറ്റ് വരുന്ന ദിശകൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഡോറുകൾ കൊടുക്കാനും അവിടെ നിന്ന് കാറ്റുകളെ വീടിനകത്ത് എത്തിക്കാനും അതിനെ പുറത്തോട്ട് തള്ളിപ്പോകാനുള്ള രീതിയിലുള്ള വിൻഡോസിൻ്റെ ഒക്കെ ക്രോസ് വെന്റിലേഷൻ്റെ ഡിസൈനുകളൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു പരിധിവരെയൊക്കെ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ഷന്
റെഡ് ബ്രിക്സ് ആണോ അല്ലെങ്കിൽ സോളിഡ് ബ്രിക്സ് ആണോ നല്ലത്? അത് എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതാണ് നല്ലതെന്ന്. പല ആൾക്കാർ പല വ്യൂ പോയിന്റ്സ് ആണ് പറയാറുള്ളത്. സാറിന്റെ എന്താണ് ഒരു വ്യൂ പോയിന്റ്? രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ റെഡ് ബ്രിക്കിനെയൊക്കെ സംബന്ധിച്ച്, ഇപ്പം ഒരു സോളിഡ് ബ്രിക്കിനെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ ഒരു കംപ്രഷൻ ടെസ്റ്റ് നടത്താനൊക്കെ സയൻറ്റിഫിക്കലി നടത്താനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിളാണ്. അത് സ്ട്രെങ്ത് ഉള്ളതാണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ റെഡ് ബ്രിക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവിടെ ഇപ്പോൾ ഈ ക്രാക്സുകളൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ബിൽഡിങ്ങിൽ ക്രാക്സ് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ റെഡ് ബ്രിക്കൊക്കെ നമുക്ക് അവൈലബിലിറ്റിയാണ് റെഡ് ബ്രിക്കിൻ്റെ മെയിൻ പ്രശ്നം. നല്ല ബ്രിക്ക്, നല്ലത് കിട്ടണം, നല്ല ബ്രിക്ക്. അപ്പം നമുക്ക് ഈ ഒരുപാട് ഇപ്പം 10-30 വില്ലകളൊക്കെ ഒരേ സമയത്താണ് വർക്ക് നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പം ഇതിൻ്റെയൊക്കെ സൈസ് ഒരു പ്രശ്നമാണ്. ഒരു ചൂളയിൽ നിന്നാണല്ലോ സാധനം വരുന്നത്. ഇതിൻ്റെ ഒരേ സമയത്ത് കിട്ടുന്ന ബ്രിക്ക് അല്ലെങ്കിൽ സൈസ് വ്യത്യാസം വരാം ബ്രിക്കിന്. അപ്പോൾ ഇത്രയും നമ്മൾ വലിയ വോളിയം, കൊമേഴ്സ്യലി വലിയ വോളിയം ചെയ്യുമ്പോൾ ഒരേ ചൂളയിൽ നിന്നുള്ള ബ്രിക്ക് ഒരു സിംഗിൾ വീട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വീട് നിർത്തി ചെയ്യുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ പ്രാക്ടിക്കലായിരിക്കും. അല്ലാതെ ഡിഫറെൻറ്റ് സൈസ് ഓഫ് റെഡ് ബ്രിക്കൊക്കെ വരാം. ഈ സൈസ് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ തിക്നെസ്സിനകത്തൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഇതിനകത്ത് ക്രാക്സുകൾ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ അതുപോലെ ഇത് ഓരോ ബ്രിക്കും ക്യൂർ ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത്രയും ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടുപോകാൻ. അപ്പം അവിടെ നമുക്ക് കുറച്ചുകൂടെ ഈ സോളിഡ് ബ്രിക്കുകൾ കുറച്ചുകൂടെ നമുക്ക് വർക്കിന് സ്പീഡ് ചെയ്യാനും അല്ലാതെ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കുറച്ചുകൂടെ കൊണ്ടുപോകാനും ഇത്രയും അങ്ങോട്ട് പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഇല്ല നമുക്ക്. അപ്പം പിന്നെ ചൂട് കുറയും എന്ന ഇതാണ് പക്ഷെ നമ്മളതിൻ്റെ പുറത്ത് പഴയ പോലെ കുമ്മായൊന്നും അല്ല ചെയ്യുന്നത്. അപ്പം നമ്മളത് പ്ലാസ്റ്റർ ചെയ്ത് തന്നെ തീർക്കുമല്ലേ. പ്ലാസ്റ്റർ ചെയ്ത് തീർക്കുകയാണ്, മുകളിൽ കോൺക്രീറ്റ് സ്ലാബാണ്. ഒരു പ്രകടമായ ചൂട് വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വർക്കുകൾ കൊണ്ടുപോകാനും അതിൻ്റെ ഒരു സ്ട്രെങ്ത് എൻഷുർ ചെയ്യാനൊക്കെ സോളിഡ് ബ്രിക്കാണ് കൊണ്ടുപോകാൻ പറ്റുന്ന അത്. പിന്നെ വർക്കുകൾ സ്പീഡിൽ കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് സോളിഡ് ബ്രിക്സ് ആണ് ഇപ്പം എനിക്ക് തോന്നുന്നു വൈഡായിട്ട്. അതെ, ഇത് അവൈലബിലിറ്റി പ്രശ്നമാണ്. നല്ല റെഡ് ബ്രിക്ക് കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ഇതൊക്കെ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ആൾക്കാർക്ക് റെഡ് ബ്രിക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കൺസിഡർ ചെയ്യുക. കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ വില്ല ചെയ്യുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് വുഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വുഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും ഒരു നല്ല അറ്റൻഷൻ കൊടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു മാറ്ററാണ് വീടിനെ സംബന്ധിച്ച് വുഡ് എന്ന് പറയുന്നത്. അപ്പം വീടിനകത്ത് മെയിൻ്റനൻസിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പല കാര്യങ്ങളും മാറി വെക്കാറുണ്ട്. വാഷ് ബേസിൻസ് അല്ലെ സിങ്ക് ക്ലോസറ്റ് ഒക്കെ മാറി വെക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് മാറി വെക്കാം. അത് വലിയൊരു പ്രാക്ടിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഒരു വിൻഡോയുടെ ഫ്രെയിമോ ഒരു ഡോറിൻ്റെ ഫ്രെയിമോ ഒക്കെ മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെക്കുന്ന സാധനമാണ്. ബാക്കിയുള്ള ഐറ്റംസ് പോലെ തന്നെ ഇതും ആഡ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ഇത് മാറ്റി വെക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലി നല്ല ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് താമസിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിവത് ഇത് ഇപ്പം ആർക്കിടെക്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിൽഡർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇവർ നമ്മൾ ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് ഇത് മേടിക്കുന്നത് നന്നായിട്ട് വുഡുകൾ നമ്മൾ വുഡ് എടുക്കുന്ന സമയത്ത് ഒരു 60 ഇഞ്ചൊക്കെ പുറത്തോട്ട് വലിപ്പമുള്ള വുഡുകൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് അത്രയും നാളത്തെ ഒരു കാലപ്പഴക്കം, ഒരു കാതൽ അല്ലെങ്കിൽ ഒരു പഴക്കം അതിനുണ്ട് എന്നുള്ളതാണ് അത്രയും ആ സൈസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇത് എടുത്തിട്ട് നമ്മളതിനെ മില്ലുകളിൽ കൊണ്ടുപോയിട്ട് ആവശ്യത്തിന് സൈസിലേക്ക് മാറ്റിയിട്ട് ഇതിന് ക്യൂറിങ്ങിനുള്ള സമയം കൊടുക്കണം. ശരിക്കും തടി ഉണങ്ങാന്ന് പറയും, ഉണങ്ങാനുള്ള സമയം കൊടുക്കണം. ഈ ഉണങ്ങാതെ വെക്കുന്ന തടിയാണെങ്കിൽ വളയുന്നു, പിന്നീട് അപ്പം അത് ഉണങ്ങാനുള്ള ഒരു ക്യൂറിങ് പീരീഡ് നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ വുഡുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്തും നമ്മളെ ഈ സ്റ്റീലിൻ്റെ സ്ക്രൂ ഒഴിവാക്കണം. വുഡിൻ്റെ സ്ക്രൂ തന്നെയാണ് ശരിക്കും കൊടുക്കേണ്ടത്. കാരണം ഈ വുഡ് എക്സ്പാൻഷൻ സംഭവിക്കണം. ചൂടും ക്ലൈമറ്റിനെ ബേസ് ചെയ്തൊക്കെ ഇതിന് എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പോൾ അതിനെ അലോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ക്രൂ ഒക്കെയാണ്. അത് വുഡിൻ്റെ സ്ക്രൂവും അല്ലെങ്കിൽ വുഡിൻ്റെ ലോക്കൊക്കെ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. വുഡിൻ്റെ ലോക്കൊക്കെ ഇപ്പം പ്രാക്ടിക്കലാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ അപ്പോഴും സ്റ്റീലിൻ്റെ സ്ക്രൂകൾ നമ്മൾ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഇത് വോളിലേക്ക് വെക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ക്ലാമ്പുകൾ വെച്ചിട്ടാണ്, സ്റ്റീലിൻ്റെ ക്ലാമ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ വോളിലേക്ക് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറഞ്ഞ ഹാമറിന് ഈ സ്ക്രൂകൾ ഭിത്തിയിലേക്ക് ഇൻസെർട്ട് ചെയ്യരുത്. അത് അവിടെ സ്ക്രൂ ചെയ്ത് തന്നെ വേറെ ഇതിന് ഒരു എക്സ്പാൻഷൻ ഉള്ള ഒരു ഇത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വേണം ഇത് നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ അതാണ് ഈ ചൂട് സമയത്ത് തണുപ്പ് സമയങ്ങളിലൊക്കെ ഇത് അടയാനും തുറക്കാനൊക്കെ ഉള്ള പല ബുദ്ധിമുട്ടുകൾ, തടി ഉണങ്ങാതെ വരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഏതാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പം കോസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എത്രത്തോളം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണോ അതിനെ ബേസ് ചെയ്ത് വുഡുകൾ നമുക്ക് പലതും സെലക്ട് ചെയ്യാം. തേക്കവും പ്ലാവും അങ്ങനെ വുഡുകളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഏത് ഉപയോഗിച്ചാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ വുഡുകൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കിത് ലോങ് റണ്ണിൽ, വളരെ ലോങ് റണ്ണിൽ വീടിൻ്റെ വാളുകൾ എത്ര നാൾ നിൽക്കുന്നു അത്രയും കാലം നിൽക്കേണ്ട ഒരു സാധനമാണ്. ഇടയ്ക്ക് നമുക്കിത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് നമ്മൾ ഈ വുഡുകൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചെറിയ വളവുകളോ തിരിവുകളോ അതൊക്കെ നമുക്ക് പിന്നെ മാനേജ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ചെറിയ പൊടികളൊക്കെ വന്നിട്ട് ഇതിന് ഒരു ഡാമേജ് സംഭവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഒഴിവാക്കുന്നതിന് വുഡിൻ്റെ ഈ കാലപ്പഴക്കം ഒരു വ്യത്യാസം. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു വുഡ് മില്ലിൽ നിന്ന് കളക്ട് ചെയ്ത് നമ്മളിതിനെ ചെയ്തെടുക്കുന്നതിൻ്റെ കോസ്റ്റും
മാർക്കറ്റിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് ഈ സാധനം മേടിക്കാൻ പോകുന്ന കോസ്റ്റ് നമുക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് ഇത്രയും കുറഞ്ഞു വരുന്നുള്ളത്. കാരണം ഒരു 20-30%, 30% അല്ല, ഒരു 30-40% മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിന് കോസ്റ്റ് കുറവായിട്ട് കണ്ടുവരാറുണ്ട്. എനിക്ക് മനസ്സിലായത് ഈ വുഡ് എന്ന് പറയുമ്പം നമുക്ക് ഒരു മരത്തെ സംബന്ധിച്ച് അതിന് മെയിൻ തടിയുണ്ട്, ശിഖരങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ശിഖരങ്ങളുണ്ട്, അതേ നിന്ന് എടുക്കുന്ന ഇത്തരം ഫ്രെയിമുകളുണ്ട്. അപ്പൊ ഈ മെയിൻ തടിക്കാണ് ഇത്രയും, വുഡിനാണ് ഇത്രയും കാലപ്പഴക്കം ഉള്ളത്, റേറ്റ് വരുന്നത്. പക്ഷെ അതേ നിന്ന് പിന്നെ പോകുന്ന ബ്രാഞ്ചസിന് ഇത്രയും പഴക്കം ഉണ്ടാകണമെന്നില്ല, ഇത്രയും കാതലൊന്നും അതിന് കട്ടി ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതേ നിന്ന് വരുന്ന വുഡുകൾക്ക് ചിലപ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. ആ വുഡിന് ചിലപ്പോൾ ഇതിന്റെ നേരെ പകുതി കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കോസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ റെഡിമെയ്ഡ് സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല മരമാണെന്ന് എൻഷുർ ചെയ്യണം. അപ്പോൾ വീട് വെക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രാക്ടിക്കലി പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് അവർക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ അത് ഏൽപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വില്ല പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ലാൻഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നല്ല ലാൻഡ് കിട്ടിയാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റായിട്ട് നടന്നോളും. അപ്പോൾ ഈ നല്ലൊരു ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ ലാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അപ്പം ഇൻഡിവിജ്വൽ വീടായിക്കോട്ടെ, അല്ല വില്ല പ്രൊജക്റ്റിനകത്തുള്ളതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അല്ല ഒരു വില്ല പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ലാൻഡ് ചൂസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ലാൻഡാണ് ശരിക്കും ഇതിനകത്ത് പ്രൈമറി. ലാൻഡ് നന്നായില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് എന്ത് നന്നാക്കിയാലും ഒരു എച്ചുകെട്ട് അവിടെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ലാൻഡ് ശരിക്കും എന്നോടും ലാൻഡ് നന്നാവണം. ഇപ്പം ശരിക്കും അല്ല ഈസ്റ്റിലോട്ടും നോർത്തിലോട്ടും ചരിഞ്ഞ ഭൂമിയാണ് നല്ലതെന്നാണ്, ചരിവുള്ള ഭൂമി നല്ലതാണ് വാസ്തു പറയുന്നത്. എനിക്ക് അതിൻ്റെ സയൻറ്റിഫിക്സ് ആയിട്ട് അറിഞ്ഞുകൂടാ, എന്നാലും എനിക്ക് വാസ്തു അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ലാൻഡ് ചൂസ് ചെയ്യുമ്പം നമുക്ക് തന്നെ നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ടേബിൾ ടോപ്പ് ലാൻഡ് ആവാണ്ടിരിക്കുക നമ്മുടേത്. ഒപ്പം തന്നെ ചുറ്റുമുള്ളതിൽ വെച്ച് ഏറ്റവും താഴ്ന്ന ഭൂമി നമ്മുടെ ആവരുത്. ചുറ്റുമുള്ള ഭൂമിയിൽ വെച്ച് അപ്പം ഇൻഡിവിജ്വൽ ലാൻഡ് ആയിക്കോട്ടെ, വില്ല പ്ലോട്ട് ആയിക്കോട്ടെ, ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഭൂമി നമ്മുടെ ആണെങ്കിൽ വെള്ളം പിന്നെ എങ്ങോട്ട് ഒഴുകി പോകുന്നൊരു ക്വസ്റ്റൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ സോയിൽ സ്ട്രെങ്ത് നമുക്ക് പരിസരത്തുള്ള വീടുകളും ചുറ്റുപാടും കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും. ഒത്തിരി സോയിൽ ലൂസ് ആണെങ്കിൽ കോസ്റ്റ് വൈസ് വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോഴത്തെ മഴ സാഹചര്യങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. സോയിൽ സ്ട്രെങ്ത് ഉള്ള ഭൂമിയാണെങ്കിൽ നല്ലതാണ് അത്തരം ഭൂമികളിൽ. പിന്നെ അതുപോലെ വെൽ വാട്ടർ, ഓപ്പൺ വെല്ല്, കിണർ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതെ വളരെ നല്ലതാണ്. അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലേ, ഒരു കിണർ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തീർച്ചയായിട്ടും പരിസരം നന്നാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ചുറ്റുപാടുകൾ നന്നാവണം. പിന്നെ അതിനൊപ്പം തന്നെ ഈ ഡ്രെയിനേജ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം നമുക്ക് ഒരു ലാൻഡ് വെറുതെ കിടക്കുക, ഡെവലപ്മെൻ്റ് ഒന്നുമില്ല, വെറുതെ കിടക്കുക, 2 ഏക്കറോ 3 ഏക്കറോ എത്ര ആയിക്കോട്ടെ, അവിടെ ആ ലാൻഡിനെ സംബന്ധിച്ച് മൊത്തം പെയ്യുന്ന മഴയുടെ ഒരു 70% വെള്ളം ചിലപ്പോൾ അവിടെ താന്നേക്കാം. 30% ആയിരിക്കാം പുറത്തേക്ക് പോകുന്നത് ലാൻഡിൽ ഒന്നും ചെയ്യാതെ കിടക്കുമ്പോൾ. പക്ഷെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വന്ന് ഒരു കംപ്ലീറ്റ് വില്ലയോ എന്തെങ്കിലും പ്രൊജക്റ്റ് വന്നു കഴിയുമ്പോൾ സിനാരിയോ നേരെ തിരിച്ചാണ്. 30% അവിടെ താഴെയുള്ളൂ, ഇൻ്റർലോക്കും റോഡും കാര്യങ്ങളൊക്കെ. 70% വെള്ളം പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം, ഇപ്പം പെയ്ത്ത് വെള്ളം എവിടെയൊക്കെ ഒഴുകാം, അതിനെ ആർക്കും തടയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള ലാൻഡിലേക്ക് നമുക്കിത് പാസ് ചെയ്യാൻ പറ്റില്ല, അവിടെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇത് ഈ വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഒരു എന്തെങ്കിലും സോഴ്സ് നമ്മൾ കാണണം. അപ്പോൾ പബ്ലിക് റോഡിലേക്ക് നമുക്ക് ഇത്രയും വെള്ളം കളക്ട് ചെയ്ത് ഒഴുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വെള്ളം എങ്ങോട്ട് പോകും, അതൊരു പ്രോപ്പറായ സോഴ്സിലേക്ക്, അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയ ഒരു സോഴ്സിലേക്ക് ഈ വെള്ളം എങ്ങനെ പോകും എന്നൊരു തോട്ട് നമുക്ക് വേണം. പെയ്ത്ത് വെള്ളമാണ്, ബാക്കി എല്ലാ ഉള്ള വെള്ളമൊക്കെ നമുക്ക് അവിടെ തന്നെ മാനേജ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഇതിന് വെൽ മാനേജ്ഡ് ആയിരിക്കണം. വില്ല പ്ലോറ്റുകളെ സംബന്ധിച്ച് റോഡുകളിലേക്ക്, വില്ലയുടെ വെള്ളങ്ങൾ പോലും റോഡിലേക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല. വില്ലകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെള്ളം പോലും നമ്മൾ നമ്മുടെ ഡ്രെയിനേജിലേക്ക് കളക്ട് ചെയ്യണം. അത് പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള അത് പ്ലോട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ പ്ലോട്ട് നമ്മൾ ബൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ് ഇവിടുത്തെ വെള്ളം നമ്മളിവിടെ എങ്ങനെ മാനേജ് ചെയ്യും. അതായത് പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, എങ്ങനെ കൊണ്ട് ഈ വെള്ളം നമ്മൾ ഇത് മാനേജ് ചെയ്യണം എന്നുള്ളത് അല്ലേ? അതെ, അത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഈ ഡ്രെയിനേജും ഇതിനൊപ്പം തന്നെ ലാൻഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരൊരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുമ്പം ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന അവിടെ നിന്ന് ഒരു ലാൻഡ് വാങ്ങിയിട്ട് അവർ സ്വന്തമായിട്ടൊരു വീട് വെക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വില്ല കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് അവിടെ ഒരു വില്ല വെക്കുന്നതാണോ? ഏതായിരിക്കും സാറിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? ശരിക്കും രണ്ടാണ്. ഇപ്പം ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു വില്ല പോലെ അത്ര ഓർഗനൈസ്ഡ് ആയിരിക്കത്തില്ല. ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ടിയിട്ട് അത്രത്തോളം ഓർഗനൈസ്ഡ് ആവണമെന്നില്ല പ്ലോട്ട് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവിടെ ഓരോരുത്തർ ലാൻഡ് മേടിക്കുന്നു, ചിലർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ടായിരിക്കും മേടിക്കുന്നത്, അല്ലെങ്കിൽ ചിലർ മേടിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് വീട് വെക്കാം എന്നുള്ളതായിരിക്കും. അപ്പോൾ കുറച്ച് പേര് ചിലപ്പോൾ ഇപ്പോൾ അതിൽ വീട് വെച്ചെന്നിരിക്കാം. അപ്പോൾ തന്നെ കുറേ ഫ്രീ സ്പേസ്, വേക്കൻറ്റ് സ്പേസുകൾ കുറേ അധികം വരും ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്. ഇത് മൊത്തത്തിൽ എന്ന് കംപ്ലീറ്റ് ആവുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, ആർക്കും വലിയ ഐഡിയ ഉണ്ടാകത്തില്ല. പിന്നെ ഇതിന് കോമൺ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ, ഒരു പ്രോപ്പർ അസോസിയേഷൻ ഒന്നും ഇതിലുണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പോകും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ഓർഗനൈസ്ഡ് അല്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ പിറ്റുകളൊക്കെ, ടോയ്ലറ്റിൻ്റെ പിറ്റുകൾ,
ഇപ്പോൾ ഇൻഡിവിജ്വൽ കിണറുകളൊക്കെ ഉണ്ട്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. വില്ലകളൊക്കെ ചെയ്യുമ്പോൾ അത് ആദ്യമേ കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇവിടെ ആയിരിക്കണം, വാസ്തുവിനൊക്കെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുമല്ലോ. ടോയ്ലറ്റിൻ്റെ പിറ്റുകളൊക്കെ കന്നിമൂല അങ്ങനെയുള്ള പൊസിഷൻ എന്നൊക്കെ ഇത്ര മാറിയിരിക്കണം എന്നൊക്കെ ഒരു കണക്കുകളുണ്ട്. ഓർഗനൈസ്ഡ് വില്ല പോയിട്ടുള്ള സംബന്ധിച്ച് ഇതെല്ലാം പ്ലാൻഡ് ആയിരിക്കും. ഏത് പൊസിഷനിൽ ഇന്നത് വേണം എന്നുള്ളത് കറക്റ്റ് ആയിരിക്കും. പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം വെക്കുന്നവർക്കൊക്കെ ഇത് പ്രാക്ടിക്കലായിരിക്കും. ഒരാൾ വെച്ചു, സെക്കൻഡ് ആൾ വരുമ്പം ആദ്യത്തെ ആളുടെ പ്ലാനുകളൊന്നും അവരുടെ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷസ് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ ഈ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ഡ്രെയിനേജ്, വെള്ളം ഓർഗനൈസ് ആയിട്ട് എങ്ങോട്ട് പോകാം, ചിലപ്പോൾ ഏറ്റവും താഴെയുള്ളവരുടെ വീട്ടിലേക്കായിരിക്കാം, അവരുടെ ലാൻഡിലേക്കായിരിക്കാം ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ എത്താനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ ഇതൊരു വില്ലയുടെ ആംബിയൻസ്, ഒരു കമ്മ്യൂണിറ്റി ലിവിങ് അല്ലെ വില്ലയുടെ ഒരു ആംബിയൻസ് ഇതിന് കിട്ടാനും പലപ്പോഴും ഡിഫിക്കൽട്ടാണ്. കാരണം അത് ഓർഗനൈസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് ഒരു വില്ല ലൈഫ് എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. നമുക്കൊരു വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം അല്ലേ. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വില്ല പ്രോജക്റ്റിൽ തന്നെ വരുന്നതായിരിക്കും നല്ലത്. അതെ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന എൻവയോൺമെന്റിൽ തന്നെ വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വീടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഡ്രീമാണ് അല്ലേ. അപ്പം പല ആളുകളും വീട് വെച്ച് കഴിയുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ ആയില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ ഞാൻ പറ്റിക്കപ്പെട്ടു. അപ്പം അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എന്തായിരിക്കും അതിൻ്റെ ഒരു പരിഹാരം എന്തായിരിക്കും? ശരിക്കും വീടെന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ചിലപ്പോൾ ചിലർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊന്നും ആയിരിക്കത്തില്ല. ഐ മീൻ അതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷ കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ചിലരെയൊക്കെ സംബന്ധിച്ച് അതൊരു സ്പെൻഡിങ് ആയിരിക്കാം. നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടും കുറേ ഓർമ്മകൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ പലരുടെ ആഗ്രഹങ്ങളും ഒക്കെയാണ് വീടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് സ്റ്റൈമിൽ ഒരാൾ നടന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ബൈയിങ് ആണ്. അത് പ്രൊഡക്റ്റിൻ്റെ സൈസ് കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വോളിയം, മണിയുടെ വോളിയം കൊണ്ടൊക്കെ ഏറ്റവും ബിഗ് വണ്ണെന്ന് ഇതിനെ പറയാൻ പറ്റുള്ളൂ. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മളിത് ശ്രദ്ധിച്ച് പോയാൽ നമ്മൾ എല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ട്. പലർക്കും ചിലപ്പോൾ ഒരു വീട് വെച്ച് കഴിയുമ്പോൾ പലർക്കും പല കാര്യങ്ങൾ മനസ്സിലാവാറുണ്ട്. നമ്മളത് ആൾക്കാർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു വീട് വെക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബിൽഡറിനെയോ ആർക്കിടെക്റ്റിനെയൊക്കെ നമ്മൾ സമീപിക്കും, എഞ്ചിനീയറൊക്കെ. ഇതാണല്ലോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻ വരച്ച് നമുക്ക് തരും. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാൻ കിട്ടുമ്പം എത്ര പേർക്ക് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ ഓക്കെയാണ്, നമുക്കിത് ഹാപ്പിയാണ്, നമ്മൾ ഉദ്ദേശിച്ച മെഷർമെൻറ്റ് ഇതാണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റൻ. അതാണ്. അപ്പം അത് നമുക്ക് സിംപിളി മാനേജ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുകളിലെ മെഷർമെൻറ്റുകളോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകളിലൊക്കെ ഒന്ന് ചെല്ലാവുന്നുണ്ട്. ബിൽഡേഴ്സിനെ സംബന്ധിച്ചൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അവിടെയൊക്കെ ചെന്നത് പഠിക്കാം, കാണാനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മെഷർമെൻറ്റിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഫീറ്റിലാണ് ധാരണയെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്ലാൻ ഫീറ്റിൽ തന്നെ മേടിക്കണം. ഓൾവേസ് സെൻറ്റിമീറ്റർ മേടിച്ചിട്ട് പിന്നെ ഫീറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതാണോ അപ്പോൾ അവർക്ക് ആ പ്ലാൻ എങ്ങനെയും തരാൻ പറ്റും. അത് കമ്പ്യൂട്ടർ തരുന്നതുകൊണ്ട്, സിസ്റ്റത്തിൽ തരുന്നതുകൊണ്ട് അവർക്ക് തരാൻ പറ്റും. ഫീറ്റിലോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലോ അല്ലെങ്കിൽ മീറ്റർ ഏതാണോ നമ്മുടെ കൺവീനിയൻറ്റ് അങ്ങനെ തന്നെ തരും. എന്നിട്ട് അത് നമുക്ക് ഓക്കെ ആണോ, നമ്മുടെ ലിവിങ്ങിൻ്റെ സങ്കല്പം അങ്ങനെയാണോ, ബെഡ്റൂം അങ്ങനെയാണോ, കിച്ചൻ്റെ സൈസ്, ഇതിപ്പോൾ ഇതിൻ്റെ സ്പേസ് വൈസ് നമുക്ക് കൃത്യമായ ധാരണ വേണം. പലരും ആദ്യമേ സ്ക്വയർ ഫീറ്റ് അങ്ങ് ഫൈനലൈസ് ചെയ്യുക. ശരിക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് ഈ സൈസിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായതിനു ശേഷം നമ്മളത് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ എത്തുന്ന സ്ക്വയർ ഫീറ്റ് അല്ലേ നമുക്ക് വേണ്ട സ്ക്വയർ ഫീറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൈമറി സ്റ്റഡി നടത്തിയിട്ട് പോകണമെങ്കിൽ അനാവശ്യമായ സ്ക്വയർ ഫീറ്റൊക്കെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ക്വയർ ഫീറ്റ് എത്തിക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് വേണ്ട നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു ഡിസൈൻ, അപ്പോൾ ആ ഡിസൈൻ നമ്മൾ ഇൻവോൾവ് ചെയ്യുക. സ്പേസിനെ പറ്റിയും സൈസിനെ പറ്റിയും വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. അതൊരു സ്റ്റേജാണ്. അപ്പം അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാൻ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് വേണ്ട സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ചെയ്യാം. അവിടുന്ന് അടുത്തതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ 3D ഡെവലപ്പ് ഇന്നത്തെ കാലത്ത് വലിയ കോസ്റ്റ് ഒന്നും ആവുന്ന കാര്യമൊന്നുമില്ല, ഒരുപാട് സമയമാവുന്ന കാര്യങ്ങളല്ല. ഈ 3Ds എത്രയും ഡീറ്റെയിലിംഗ് ചെയ്യാം. ഫർണിച്ചേഴ്സ് എവിടെ വെക്കണം, അതിൻ്റെ പുറത്ത് ഫ്ലവറൈസ് വെക്കുമ്പോൾ ഏത് സൈസിലേക്കാണ് അല്ലെങ്കിൽ ഏത് കോർണറിലാണ് വെക്കേണ്ടത്, അതിൻ്റെ ലേഔട്ട്സ്, ഫർണിച്ചറിൻ്റെ ലേഔട്ടുകൾ. അപ്പോൾ നമ്മൾ ബെഡ്റൂമിലാണെങ്കിൽ തല വെക്കുന്ന പൊസിഷൻ അങ്ങോട്ടാണ്, ബെഡ് സ്വിച്ച് എവിടെയാണ് വേണ്ടത്, കബോർഡ്സ് എവിടെയാണ് വേണ്ടത്, ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ സ്വിച്ചസ് എവിടെയാണ് വേണ്ടത്, ഇങ്ങനെ എത്രത്തോളം കാര്യങ്ങൾ ഇതിനെല്ലാം ഇന്ന് ടെക്നോളജി നമുക്ക് ഉണ്ട്. അതിന് നമ്മളൊന്ന് യൂട്ടിലൈസ് ചെയ്താൽ മതി. അപ്പോൾ ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തതിൻ്റെ എല്ലാ ആംഗിളിലുള്ള 3Dകൾ വലിയ കോസ്റ്റ് ആവുന്ന കാര്യമൊന്നുമല്ല. ബിൽഡിങ്ങിൻ്റെ മൊത്തം കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാര കോസ്റ്റ് തീരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഈ പ്ലാനും ഈ 3D ഒക്കെ നമുക്കൊന്ന് ഫെമിലിയർ ആണോ, അത് മനസ്സിൽ നമ്മുടെ വീട് നമുക്കൊന്ന് കണ്ണടച്ചിരുന്നാൽ ആ പാസേജിലൂടെയൊക്കെ പോകാൻ ഈ 3D ആൻഡ് പ്ലാനിലൂടെ നമുക്ക് ഈ കംപ്ലീറ്റ് ബിൽഡിങ്ങിലും വീടിനകത്ത് സഞ്ചരിക്കുകയൊക്കെ ചെയ്യാം, ഡ്രീം ചെയ്യാം, വേണമെങ്കിൽ അതിനകത്ത് ലിവ് ചെയ്യാൻ, നമുക്ക് താമസിക്കാം. അങ്ങനെ പോലും ഇന്ന് പറ്റും നമുക്ക്. ഇതെനിക്ക് തോന്നുന്നു കുറെ സിസ്റ്റം വന്നിട്ടുണ്ട്, അതായത് VR അങ്ങനെയൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റുന്ന രീതിയിലും അല്ലേ. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുമായി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ മനസ്സിൽ നമ്മളിത് ബിൽഡ് ചെയ്തു. നമുക്ക് വേണ്ട എന്താണോ കൃത്യമായിട്ട് കളറിൻ്റെ പാറ്റേണുകൾ, ടൈലിൻ്റെ കളർ, പലരും അതിൻ്റെ ഒരു കളറുടെ ടൈൽ എടുക്കും, അതിന് മാച്ച് ചെയ്തുള്ള പെയിൻറ്റ് എടുക്കും, പിന്നെ കർട്ടൻസ് അതിന് മാച്ച് എടുക്കാൻ പോകും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതെല്ലാം നമുക്ക് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്ത് വെക്കാം. ഇതെല്ലാം കാണാം, അതനുസരിച്ച് സെലക്ഷൻസ് നടത്തിയാൽ മതി. ഇങ്ങനെയല്ല മനസ്സിൽ നമ്മളിത് ബിൽഡ് ചെയ്തു. മനസ്സിൽ നമ്മളിത് ബിൽഡ് ചെയ്തുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫിനിഷ് ചെയ്തെടുത്തൊന്ന് ബാക്കിലേക്ക് പിന്നെ വർക്ക് ചെയ്യാം.
പണ്ട് പലതും ഓരോന്നും ചെയ്ത് പോയി ഫിനിഷ് ചെയ്യുന്നു. ഇത് മനസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിനിഷ് എൻഡിങ് എത്തി. എൻഡിങ്ങിൽ നിന്ന് ബാക്കിലേക്ക് ഇത് വർക്ക് ചെയ്യാം. പിന്നെ നമ്മളാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്ന പോലെ വേണം. ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരോടും തിരിച്ചു പറയാം. കാരണം നമ്മൾ പറഞ്ഞാൽ അവന് മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തണ്ടേ. അപ്പോൾ തിരിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കാം. അന്നേരം അവരും നമ്മൾ ഒരേ പാറ്റേണിലെത്തും. ഈ ഒരേ പാറ്റേണിൽ എത്തുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ 3Ds ആണ്, വിഷ്വൽസ് ആണ്. അപ്പം മനസ്സിൽ തന്നെ വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അവിടുന്ന് ബാക്കിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു ഇൻ്റീരിയറുകാരൻ നമ്മളെ പറ്റിച്ചെന്നോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എത്തിയെന്നോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പായിട്ട് ഒഴിവാക്കാം. കുറച്ച് ഇൻറ്റീരിയറാണ് അത് ഏറ്റവും മെയിൻ. അതിൻ്റെ ഫംഗ്ഷണൽ സൈഡാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇൻറ്റീരിയർ പ്ലാനുകളാണ് ശരിക്കും ശ്രദ്ധിക്കണം. ആർക്കിടെക്ചർ പ്ലാനൊപ്പം തന്നെ ഇൻറ്റീരിയർ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുപോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം, നല്ലൊരു പരിധി വരെ ഒഴിവാക്കാം. അപ്പോൾ സാർ ഒരുപാട് സന്തോഷം. നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡിൽ ഒത്തിരി ഇൻഫോർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും കുറേയും കൂടെ ഇൻഫർമേഷനായിട്ട് നമുക്കൊരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റട്ടെ. അപ്പോൾ അതിൽ നമുക്ക് കുറേയും കൂടെ വൈഡായിട്ട് അപ്രൂവൽസ്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ റിയൽ എസ്റ്റേറ്റിൽ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് വീണ്ടും നമുക്കൊരു എപ്പിസോഡിൽ കാണാം. താങ്ക് യു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഇത് നമ്മുടെ ഈ വർക്കുകളൊക്കെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നവരാണ്. നല്ലൊരു നമ്പർ ഓഫ് കൗണ്ട് വില്ലകൾ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബിൽഡിങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് ഓരോ പ്രൊജക്റ്റുകളും എന്തെങ്കിലുമൊക്കെ ഡിഫറൻ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിഫറൻ്റായിട്ട് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, നമ്മുടെ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, വീഡിയോ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഈ ഓരോ പ്രൊജക്റ്റുകളും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ലെസൺസ് ലേണുകളൊക്കെ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് പോകുന്നവരുമാണ്. അപ്പോൾ അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മിഷനും വിഷനും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മുടെയൊക്കെ പല ഫ്രണ്ട് എലിവേഷൻ കണ്ടിട്ട് പലരും ചെയ്യാറുണ്ട്. ശരിക്കും പുറത്ത് ചെയ്തിട്ട് ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് മെസ്സേജ് ഇടാറുണ്ട്. അപ്പം നമ്മളതിൻ്റെ നമ്മുടെ കയ്യിലുള്ള ഡിസൈൻ ചെയ്ത പ്ലാനുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് നമുക്ക് യാതൊരു പരിചയങ്ങളും ഇല്ലാത്ത ആൾക്കാരാണ്, അതൊക്കെ നമ്മൾ ചെയ്തു പോകണം. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പം എനിവേ നിമ്മി അങ്ങനെ ഒരു അവസരങ്ങൾ തന്നു, അതിൽ സന്തോഷമുണ്ട്. നമുക്കിനിയും വീണ്ടും ഇരിക്കാം. താങ്ക് യു.